അബ്ലൂഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ഇടണം. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒതു എടുക്കാനുള്ള സൗകര്യം. അതായത് ഇങ്ങനെ ഇരിക്കുക, ഒതു എടുക്കുക, അങ്ങനത്തെ ഒരു സംവിധാനം നമ്മളിന്ന് സെറ്റാക്കാൻ വേണ്ടി പോയി. കുറച്ച് വെറൈറ്റി ആയതുകൊണ്ടും ഇതുവരെ ആരും ചെയ്തിട്ട് കാണാത്തതായത് കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റുള്ള ഇമ്പോർട്ട് ചെയ്തതാണ്, UAE നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഏകദേശം 550 ദിർഹം. അത് ഇന്ത്യയിലെ പ്രൈസ് വെച്ച് നോക്കുന്നത് ഒരു 12,000 രൂപ ഏകദേശം വില വരുന്ന ഒരു സാധനം. FRPയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒതുവെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്ഥലം വേണമെന്നില്ല. ഇതൊരു പ്രേയർ ഹാളാണ്. ഇതിൻ്റെ അകത്ത് തന്നെ സിമ്പിളായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ സെറ്റാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഫിനിഷിങ്ങോട് കൂടിയ നല്ലൊരു ബോഡിയും ഒക്കെയാണ്. ഇതിന് മെയിനായിട്ട് കണക്ഷന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് സെറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്, ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തുന്നതാണെങ്കിൽ, നിങ്ങൾ ഒരു പ്രയർ ഹാൾ സെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഈ ഒരു ഭാഗത്താണ് നമസ്കരിക്കാനുള്ള സൗകര്യം ഉള്ളത്. അത് ലേഡീസിനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് തന്നെ പള്ളിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ലൈഡിങ് ഗ്ലാസും അതുപോലെ തന്നെ നമുക്ക് വിസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസും കൊടുത്തിട്ടുള്ളത്. സ്മോൾ ഫ്ലൂട്ടഡ് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ബിഗും സ്മോളും വരുന്നുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഫസ്റ്റ് എടുക്കുക, കാണിച്ചു തരാം. കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 മീറ്റർ 6 സെൻറ്റിമീറ്റർ. അതായത് നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് വെക്കുന്ന സ്ഥലം പോലും വേണ്ട ഇതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വീതി നോക്കുന്നതാണെങ്കിൽ മാക്സിമം ഏറ്റവും വൈഡായിട്ടുള്ള ഏരിയയിലാണ് പിടിക്കുന്നത് വന്നിട്ടുള്ളത് 55 സെൻറ്റിമീറ്റർ. ഏകദേശം ഇതിൻ്റെ നേരെ പകുതി 54 സെൻറ്റിമീറ്റർ. ഏകദേശം ഒരു 56 ആയാലൊന്നും കുഴപ്പമില്ല. വാളന്നിടുന്നതല്ല, നമുക്ക് ചെറിയ ഗ്യാപ്പ് ബാക്കിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരളവിൽ ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഇതിൻ്റെ ഈ എത്രയാണോ വരുന്നത്, നമ്മളിപ്പോൾ 55 പറഞ്ഞില്ലേ, ആ 55ൻ്റെ നേരെ പകുതി ഏകദേശം ഒരു 27 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പ് പോയി. വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ കാലിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടത് ഭാഗത്ത്, നമ്മളിപ്പോൾ വെക്കുന്നത് ഇടത് ഭാഗം വലത് ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ വരുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് കൂടി അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു വാട്ടർ കണക്ഷൻ ഇൻലെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആംഗിൾ കോക്ക്. അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ തന്നെ കമ്പനി ഇതിൽ ഹോള് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിൻ്റെ ഹൈറ്റ് സെൻറ്റർ വരുന്നത് 34 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 34 സെൻറ്റിമീറ്റർ കറക്റ്റ് വരുന്ന വിധത്തിൽ ഇവിടെ നമ്മൾ ഒരു ആംഗിൾ കോക്ക് സെറ്റ് ചെയ്താൽ മതി. അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ കണക്ഷൻ്റെ പരിപാടിയായി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഒരു ഫ്ലോർ ട്രാപ്പ് കൂടി കൊടുക്കണം. കാരണം നമ്മളടുത്ത് ഇത് ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയായിട്ട് നമുക്കിത് ഈ പുറത്തെ ഭാഗത്തൊക്കെ എന്തായാലും നമ്മൾ കാലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെതായ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉള്ള വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ട്രാപ്പ് വെച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ നമ്മൾ കഴുകിയിട്ടാകുമ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അളവിൽ ഒരു പൈപ്പ് ഇട്ട് കൊടുക്കും. അതിപ്പോൾ മാക്സിമം ഒരു 2-2.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇറക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഒരു റെഡ്യൂസർ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് കപ്ലിങ്ങിൽ നിന്ന് ഡയറക്റ്റ് അതിലേക്ക് വെള്ളം പോകും. എവിടെയും ലീക്കോ സംഭവം ഒന്നും വരില്ല. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫ്ലോറിൽ നിന്ന് ഒരു സപ്പോർട്ടും കൂടി കിട്ടും. കാരണം ഇത് ഫൈബറാണ്, FRP മെറ്റീരിയലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു നമുക്കൊരു അനക്കം ഉണ്ടാവും നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതൊന്ന് ഒരു പരിധി വരെ ആ ഒരു പൈപ്പിൽ സപ്പോർട്ടും കൂടി കിട്ടും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ആംഗിൾ കോക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. വേസ്റ്റ് കപ്ലിങ്ങിൻ്റെ ലെങ്ത്ത് ഇതാണ്. നമ്മൾ നോർമൽ വരുന്നത് ഏകദേശം ഇത്ര നീളം വരുമ്പോൾ ഇതിന് ഈ ഒരു യൂസിനായതുകൊണ്ടായിരിക്കണം ഇതേ ഒരു അളവിൽ തന്നെ വന്നത്. ഞാനിതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതും ഞാനും ആദ്യമായിട്ട് കാണുന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തെ ഞാൻ സിലിക്കോൺ അടിക്കുന്നുള്ളൂ, അകത്ത് സിലിക്കോൺ അടിക്കുന്നില്ല. അത്യാവശ്യം നല്ല വാഷർ തന്നെയാണ്. ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഈ ഒരു റേഡിയസ് ടൈപ്പ് അകത്തേക്ക് കുഴിഞ്ഞിട്ടുള്ളൊരു റേഡിയസ് ടൈപ്പുള്ള ഒരു എന്താ പറയുക, റീസസ് വന്നു റേഡിയസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഷർ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഏതായാലും സിലിക്കോൺ ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രയർ ഹാളായതുകൊണ്ട് പിന്നീട് ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഇതിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. അത് നമുക്ക് ബാക്കിൽ പൈപ്പ് വെച്ചിട്ട് എൽബോ വെച്ചിട്ട് വിടാൻ വേണ്ടി പറ്റും. കാരണം ചില ആൾക്കാർക്കൊക്കെ ഈ സാധനം കിട്ടാതെ ഈ ഫ്ലോറിൽ ഇങ്ങനെ പൈപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നവർക്ക് ഇത് വാളിലേക്ക് വിടാൻ വേണ്ടി പറ്റും.
ഇതുപോലെ കോറിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഓസ് കൂടി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കണക്ട് ചെയ്യുക, ഇതിൽ കൂടി അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് താഴ്ന്ന മുകളിലോട്ടേക്കുള്ളതും കൂടി സെൻറ്റർ ഹൈറ്റ് പറഞ്ഞുതരാം. കറക്റ്റ് വരുന്നത് 7 സെൻറ്റിമീറ്റർ, 6.25 7 സെൻറ്റിമീറ്റർ വെച്ചാൽ നമുക്ക് കിട്ടും. അത്യാവശ്യം വലിയ ഹോളാണ്, 2.25 ഇഞ്ചോളമുണ്ട്. ഇത്രയും ഫ്രീ ഉള്ളതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ 7.5 സെൻറ്റിമീറ്റർ വെച്ചാൽ മതിയോ. ഞാനിപ്പോൾ കപ്ലിങ് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് അതിലൊരു സോക്കറ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇടാൻ വേണ്ടി പോയി. നല്ലൊരു ടേബിൾ ടോപ്പ് മൈക്ക് പോലത്തെ അത്യാവശ്യം വെച്ച രീതിയിൽ നിൽക്കുന്ന നല്ലൊരു ടാപ്പാണ് പാർട്ടി വാങ്ങിയത്. അപ്പോൾ ഞാനിത് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നേ. ഇതിന് ഏകദേശം 1.25 ഇഞ്ചിൻ്റെ ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഞ്ച് താഴെയും ഒരു ഫ്ലാഞ്ച് മുകളിലും വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ താഴെയുള്ളത് മെറ്റൽ ഫ്ലാഞ്ചും മുകളിലുള്ളത് നമ്മളൊരു വൈറ്റ് ഫ്ലാഞ്ചും വെച്ച് കൊടുക്കുന്നത്. PVC ഫ്ലാഞ്ച്, PVC അല്ല ABS മെറ്റീരിയലാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ ഹോൾ കൊണ്ട് 2 കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആംഗിൾ കോക്കിൻ്റെതും, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ടാപ്പ് മെയിൻ്റനൻസിൻ്റെ സമയത്ത് അഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് മാർക്ക്. അപ്പോൾ നമുക്ക് ഇത്രയും താഴ്ന്നിട്ട് വേണം ഇത് സോക്കറ്റ് ഇടാൻ വേണ്ടി. സോക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കപ്ലിങ് കറക്റ്റ് സെൻറ്ററിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം ഇടുന്നു. നമുക്ക് ഈ വെള്ളം ഡ്രോപ്പായിട്ട് ലീക്ക് വന്നാൽ അതിലെ കൂടി പോകണം, ആ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ സോക്കറ്റിൻ്റെ നീളം കണക്കാക്കിയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ സോക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. സെറ്റാക്കാൻ നമുക്ക് 2 മാർഗത്തിൽ സെറ്റാക്കാം. ഒന്ന് സിലിക്കോൺ, അതായത് നമ്മളിങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം സിലിക്കോൺ അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ വെക്കണം. ഇത് അനങ്ങിപ്പോകുന്നൊക്കെ തോന്നുന്നവർക്ക് ഈ സൈഡിൽ ഇങ്ങനെ സ്ക്രൂ വെക്കുക. ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വുഡിൻ്റെ പീസോ WPCയോ അതല്ലെങ്കിൽ ഫോം ബോർഡോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് അവിടെ അത് ഫിക്സ് ആക്കുക, ഫ്ലോറിലേക്ക് ഫിക്സ് ആക്കുക. ഇവിടുന്ന് വേണമെങ്കിൽ സ്ക്രൂ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇവർ പാർട്ടി ഇതിൽ സിലിക്കോണിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സ്ക്രൂ ഒന്നും ചെയ്യുന്നില്ല. കമ്പനി അതിന് ഓപ്ഷനൊന്നും കൊടുത്തില്ല. ഞാനത് എൻ്റെതായ രീതിയിൽ ഒരു ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അതങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളതല്ല. സിലിക്കോണിൽ തന്നെ നമുക്ക് സ്ട്രോങ്ങിൽ നിൽക്കും. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ നൈലോൺ കണക്ഷനെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആ ഒരു പോർഷനിലേക്ക് എടുത്തിട്ട് കൊടുക്കാൻ പോയി. ഓക്കെ, നമ്മളിപ്പോൾ ആ സോക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടും മൂവ് ആവില്ല. അല്ല, ഇതാണ് എൻ്റെ പൊസിഷൻ വരുന്നത്. ഇപ്പോൾ സുഖസുന്ദരമായിട്ട് നമുക്ക് ഒതു കൊടുത്തിട്ട് പോവാം. ഈ ഒരു സ്പേസിൽ നിന്ന് കാലിങ്ങനെ കഴുകുക. ഒതു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ഒതു കൊടുക്കുക. എവിടെയും പ്രശ്നമില്ല. ഇതാണ് എൻ്റെ ഏറ്റവും നല്ല ഗുണം. എനിക്ക് ഏതായാലും നന്നായി ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊറിയർ ചെയ്യിപ്പിക്കും. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യും, നമുക്ക് ഒരുമിച്ച് വാങ്ങാം. നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് ആണ്. ജസ്റ്റ് ഫിറ്റാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ലീക്കെങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കലാം. ഏതെങ്കിലും ഭാഗത്ത് ലീക്ക് ഉണ്ടെങ്കിൽ അടിയിലേക്ക് കൂടി പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ മുസലിലേക്ക് കേടാവും. അതൊക്കെ പിന്നെ ക്ലീനാക്കലും പുറത്ത് പോയി ഉണക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് ലീക്ക് ഉണ്ടോ എന്നുള്ളത്. പോപ്പപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് കാല് കഴുകുന്ന സമയത്ത് വേസ്റ്റ് ആവില്ല വെള്ളം. ഇപ്പോൾ ശരിക്ക് നമ്മൾ കാല് നല്ലോണം ഉരച്ച് കഴുകുക. കഴുകിയതിന് ശേഷം ഈ പോപ്പപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ട് ഒന്നും കൂടി കാല് കഴുകി കഴിഞ്ഞാൽ കാല് നല്ല ക്ലീൻ ആവുകയും ചെയ്ത് വെള്ളം നമുക്ക് ഒരു പരിധി വരെ കുറക്കാനും പറ്റും. സാധാരണ ഒന്നു കൊടുക്കുന്നതിനെക്കാട്ടി വെള്ളം നമുക്ക് കുറയും. അങ്ങനെ ഒരു ഉപകാരം കൂടി ഇതിനെ കൊണ്ടുണ്ട്. അപ്പോൾ സംഭവം ഞാൻ ക്ലീനാക്കിയാണ്. സിലിക്കോൺ അടിക്കാൻ വേണ്ടി പോയത്. സിലിക്കോൺ അടിക്കുന്നതിന് മുമ്പേ ഞാൻ ഔഡർ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിതിപ്പോൾ ക്ലീനാക്കി സിലിക്കോൺ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ട എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പ്രെയർ ഹാളിൽ ചെറിയ വന്നവർക്ക് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ ആയിട്ടൊരു ബാത്റൂം കൂട്ടിയെടുക്കുന്നതിലും എത്രയോ എക്സ്പെൻസ് നമുക്ക് ഒരു 5-1 6 കുറക്കാൻ പറ്റും. നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലൊരു ബാത്റൂം കെട്ടിപ്പൊക്കി ടൈലൊക്കെ വെക്കണമെങ്കിൽ ഇതൊന്ന് വാങ്ങിയിട്ടൊരു ചെറിയൊരു പാർട്ടീഷൻ കൂടി, ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു 3 അടി ഹൈറ്റ് 4 അടി നീളത്തിലുള്ളത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള വെള്ളം തെറിക്കൽ ഒഴിവായി നല്ലൊരു അബ്ലൂഷൻ യൂണിറ്റ്, എന്താ പറയുക, ഒന്നുകൊടുക്കാനുള്ളൊരു സൗകര്യം കൂടിയായി. അപ്പോൾ നമ്മളെ അബ്ലൂഷൻ യൂണിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിറ്റിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഇട്ടേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഒരു ഷെയർ ചെയ്തെടുത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ഇനി ഒരു 6 മണിക്കൂർ നമുക്കിവിടെ ഫ്രീ ആയിട്ട് നനയാണ്ട് കിട്ടണം. അപ്പോൾ ഞാൻ സിലിക്കോൺ അടിച്ചു കൊടുക്കുന്നത്.